അപ്പൊ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലാവാണ് മെയിൻ ഉദ്ദേശം. അപ്പൊ നമ്മളെ തങ്ക അമ്മയുണ്ട്, അതേപോലെ നിശാദ്രുണ്ട്. അപ്പൊ ഞങ്ങളെ എല്ലാരും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചില്ലിംഗ് ആണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളും ഓരോരോ ഇൻസിഡന്റുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഓക്കെ ബൈ ബൈ ബൈ. നമ്മള് ചായ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇത് കോഴിക്കോട് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. എന്താ നിന്റെ പേര് പറഞ്ഞത്? എങ്ങനെയുണ്ട്? എന്നിട്ട് കഴിച്ചു നോക്കിട്ട് എങ്ങനെയാണ് ടേസ്റ്റ്? ടേസ്റ്റ് പറയും. എങ്ങനെയുണ്ടാ മീന്? ഓക്കെ, അപ്പൊ നൈസാണ്. ഞാനൊരു ബോണ്ട വാങ്ങിച്ചു. ഓക്കെ, പക്ഷെ ഇതിന് ബോണ്ട അല്ല പറഞ്ഞു. ഇതിനെന്താ പറഞ്ഞു? കായപ്പം. ഇതാണ് കായപ്പം ഗൈസ്, ഇവിടുത്തെ കായപ്പം. ആ, ഞങ്ങളുടെ നാട്ടിൽ ബോണ്ട മതി. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് ഇതൊക്കെ കഴിച്ചിട്ട് 2 മുട്ടപ്പത്തിരിയും അതേപോലെ ഒരു ബോണ്ടയും പിന്നെ വെള്ളം. വഴിയിലൊന്നും ഒരാൾക്ക് എക്സ്ട്രാ ഒരു ചായ വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾക്ക് ഞങ്ങൾ മുൻപന്തിയിലായതുകൊണ്ട് തന്നെ ആൾക്കും കൊടുത്തു. ലാസ്റ്റ് ബില്ലൊക്കെ പറഞ്ഞ് കണക്കാക്കിയിട്ട് 100 രൂപ പറഞ്ഞു. 100 രൂപ കൊടുത്തിട്ട് ഞാൻ കണക്കാക്കി 2 മുട്ടപ്പത്തിരിക്ക് 20, 20, 40. ഇത് 10, 50. വെള്ളത്തിന് 20, 70. മറ്റാളുടെ ചായക്ക് 10, 80. അപ്പൊ 80 എങ്ങനെ 100 വന്നാ? അതാണ് ചോദിച്ചപ്പോ ആള് പറഞ്ഞ് കണക്കേറ്റിതാണ്. ബാക്കി എന്നിട്ട് 20 രൂപ തന്നു. അപ്പൊ ബാൻഡ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മള് ഭയങ്കര തിരക്കില് പേയ്മെന്റ് ഒക്കെ ചെയ്ത് പോകും. പിന്നെ ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കാം. അപ്പൊ നമ്മള് ഇതൊക്കെ നമ്മൾ ഓരോരോ ഇന്നത്തെ ഫസ്റ്റ് ഒരു പാടായിരുന്നു. ലെസൺ 1 ആണ്. ഡിസാവിന്റെ ഐഡിയ ആയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ 20 രൂപ പോയിരുന്നു. അങ്ങനെ 20 രൂപ ഒരു 10 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ 200 രൂപ ഞങ്ങൾക്ക് ചെലവാണ്. അപ്പൊ ചെലവുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് സെറ്റാക്കണം. അപ്പൊ ഇന്നത്തെ ഫസ്റ്റില് ഇതാണ് ഞങ്ങളെ. ഓക്കെ ബൈ. അപ്പൊ നമ്മള് വന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ പറഞ്ഞില്ല. റോക്കിയുടെ കല്യാണം വരും. അപ്പൊ റോക്കിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളൊരു പരിപാടി നോക്കിയിട്ട് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴിക്കോട് എഴുതിയൊരു പാർട്ട് പേജ് കണ്ടുകൂടെ. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുക്കാലോ എന്നുള്ള ഫോട്ടോ. അനാസ്ഥയാണ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പെയിന്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് പെയിന്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പറയണത്. എന്നാ ഫോട്ടോ എടുക്കാം. ഞങ്ങളെ 3 ആൾക്കാരുള്ള കാരണം നമ്മള് വേറെ ആരും ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനില്ല. അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുക്കാനുള്ള ടെക്നിക്കാണിത്. ഇത് ഇവിടെ നമ്മുടെ KSCBയുടെ ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് ഇതാ ഫുൾ സെറ്റപ്പാണ്. അമീന്റെ ഇതാണ്. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇതേപോലത്തെ ഒരു സാധനം കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യാണ്. സെറ്റ്. ഇനി നമുക്ക് സിബ് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞങ്ങൾ എടുത്തിട്ട് എടുക്കാണ്. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മുന്നത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ, അപ്പൊ നമുക്ക് പിന്നെ കോഴിക്കോട് ഹൽവ. എനിക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് ഒരാള് ഹലുവ വാങ്ങണം പറഞ്ഞിട്ട് കാർഡ് തന്നിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴാണ് 2 കാർഡ് ഒന്ന് തന്നെ ആയിരുന്നു. നിഷാന്റെ സൈസ് ഞങ്ങൾ ചെക്ക് ചെയ്യാണ്. സമയം 1 മണിയായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. നിഷാദിന്റെ സാധനങ്ങളാണ്. റോക്കിയുടെ കല്യാണ പർച്ചേസ് ആണ്. ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മള് ബിരിയാണിയാണ് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, സ്വീറ്റ് കോൺ പച്ചക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പച്ചക്കൊക്കെ കഴിക്കണേ. സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ടല്ലേ കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പച്ചക്ക് ഇങ്ങനെ സ്വീറ്റ് കോൺ കഴിക്കണേ. നല്ല മധുരമുണ്ട്. അപ്പൊ അമ്മീനാണ് സജസ്റ്റ് ചെയ്തത് പച്ചക്ക് കഴിക്കാൻ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അതെ, നമ്മള് റഹ്മത്ത് ബിരിയാണിക്കാണ് പൊക്കോണ്ടിരിക്കണത്. കമോൺ.
ബിരിയാണി ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ഞാനും മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ് അഹമ്മദ് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ള ടൈപ്പൊക്കെയാണ്, അതായത് വേവ് കൂടുതൽ തോന്നുന്നു. കുമ്പർ ഇതാ പേരക്ക, അപ്പൊ നമ്മള് ഉപ്പിലിട്ടതും ചൊരണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കഴിച്ചിട്ട് ഇനി ബാക്കി നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കളക്ഷൻസ് ഒക്കെ എടുക്കണം. ഞാൻ കണ്ടില്ല അത്ര. ഇവര് കല്യാണമായ കാരണം കളക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനൊക്കെ സിംഗിൾ പസംഗ ഉള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മള് വീഴ്ചത്തെ കാഴ്ച എന്റെ 7 days കഴിഞ്ഞു, കുഴപ്പമില്ല. ആ കൂളാണ്, അവരും കൂളാണ് ഗൈസ്, എല്ലാരും കൂളാണ്, നമ്മളും കൂളാണ്. ചെറിയൊരു മട്ടിപ്പുണ്ട് കേട്ടോ. ചെറിയ അതായത് തണുപ്പ് പറഞ്ഞപ്പോ ആ മധുരം കൂടുന്നതിന്റെ ഒരു മട്ടിപ്പ് പറയാം, അത് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ബീച്ചിലിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 2:47. ആ വലിയ ചൂടൊന്നുമില്ല, ഒരു നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആണ്. എന്തൊക്കെയാണ് അമിന്റെ അഭിമറി? അങ്ങനെ കാറ്റും കടലും ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചു. അങ്ങനെ എടുത്തു തരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മെയിൻ ഫോട്ടോഗ്രാഫറായ അമീനാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങള് കടലിലൊക്കെ എത്തിയിട്ട് വീഡിയോസ് റീൽസ് ഒക്കെ കുറെ എടുത്തു. അപ്പൊ അതിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്സിനെ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഇവരാണ് ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് നിന്ന് ബീച്ചിന്റെ ഒഴുകി വന്നപ്പോ കിട്ടിയതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എന്താണ് പറയാൻ ബാക്കി? എല്ലാവരും പറയാം, എല്ലാവരും അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല സായാണ്. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇവരെന്റെ ബെൽ ബട്ടണൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നതാണ് പറയുന്നത്. പൊട്ടിക്കൊന്നും ചെയ്യരുത്, കുറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. വേറെ എന്തെങ്കിലും ചില്ലായിരുന്നു. അപ്പൊ നമ്മള് ഡബ്ല്യു അപ്പൊ എല്ലാവരും ഡബ്ല്യു. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ ഒരു ചെറിയൊരു കോഴിക്കോട് യാത്രയിൽ ഒരുപാട് നല്ല നിമിഷങ്ങളും ഒരുപാട് നല്ല സന്തോഷങ്ങളും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല പോകുന്ന വേളയിൽ നമ്മുടെ നിഷാദിന്റെ കല്യാണം ഇവരോട് കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ ഗൈസ്.